കഴിഞ്ഞു കാണും. തോരാതെ പെയ്യുന്ന മഴ. അന്ന് കടവിൽ കാവലിരുന്നത് ബാജിയായിരുന്നു. അപ്പോൾ ഞങ്ങളെ അക്കരെ കടത്തി വിടണം. നിങ്ങൾ പോലീസുകാരല്ലേ? ഇല്ല, നിങ്ങളെ ഒരിക്കലും ഞാൻ കടത്തിവിടില്ല. മോനെ നല്ല കുട്ടിയല്ലേ, നീ ഞങ്ങളെ അക്കരെ കൊണ്ടാക്കില്ലേ? ഇല്ല എന്നല്ലേ പറഞ്ഞത്? You little rascal! വേഗം വാ, വേഗം വരൂ. പോലീസുകാരും പട്ടാളക്കാരും രക്ഷപ്പെടാൻ നോക്കുന്നു. നിർത്താനാണ് പറഞ്ഞത്. നിർത്തിയില്ലെങ്കിൽ വെടിവെക്കും. നിങ്ങളുടെ വെടിയുണ്ടകൾ ഞങ്ങളുടെ നെഞ്ചിനെ പിളർക്കില്ല. നിങ്ങളുടെ ലാത്തികൾ ഞങ്ങളുടെ നെഞ്ചിനെ വേദനിപ്പിക്കില്ല. ഇത് പാറ കൊണ്ടുള്ളത്. ഞങ്ങളുടെ ആകാശം, ഞങ്ങളുടെ ഭൂമി, ഞങ്ങളുടെ നാട്, അത് ഞങ്ങൾ വിട്ടു തരില്ല. ആ നന്നായിരുന്നു, എല്ലാവരും നന്നായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ചും കൂടി എനർജി കൂടി ചെയ്യാം. അതിൻ്റെ ഒരു തോക്കൊടിഞ്ഞു പോയിട്ട് ശരിയാക്കിയിട്ട് അത് നന്നായി. ഞാൻ വന്നതേ ഏതായാലും നമ്മളന്ന് കൈ കൊടുത്തല്ലേ, അതുകൊണ്ട് തനിക്കൊരു ചാൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. നീ ഞങ്ങളെ കടത്തി വിടുന്നുണ്ടോ ഇല്ലയോ? ലൈറ്റ്സ്! നീ ഞങ്ങളെ കടത്തി വിടുന്നുണ്ടോ ഇല്ലേ? എനിക്ക് ഈ പരിപാടിയൊന്നും പറ്റില്ല. ബേസിക്കലി എന്താണ് നാടകം? ഞാൻ നാടകം കളിക്കാനല്ല വന്നത്, ഇതല്ല സിനിമ. ഗാലറിയുടെ അങ്ങേ അറ്റത്തിരിക്കുന്നവരെ കാണാൻ വേണ്ടി പണ്ടങ്ങാണ്ട് ചെയ്തു വെച്ച എക്സാജറേഷൻ അല്ല സിനിമ. അവിടെ ലെൻസ് ഉണ്ട്, ക്യാമറ ആംഗിൾ ഉണ്ട്, പൊസിഷനുണ്ട്, സട്ടിലിറ്റിയാണ് വേണ്ടത്, അല്ലാതെ ഇതുപോലെ ഓവർ പരിപാടികളല്ല. അതൊന്നും താൻ നോക്കണ്ട. എന്താണ് ക്യാമറ, എന്താ ലെൻസ്, എന്തോ ഉറക്കം പാടില്ലെന്ന്? ഈ ഓഡിയൻസിനും ക്യാമറനും വേണ്ടിയാണോ ഒരു ആർട്ടിസ്റ്റ് കളിക്കേണ്ടത്? പിന്നെ ഓവറാണോ അണ്ടറാണോ മീറ്ററാണോ ഒക്കെ ഡയറക്ടറുണ്ട്. താനാവണ്ട, പെർഫോം. ആക്ടർ. നീ ഞങ്ങളെ കടത്തി വിടുന്നുണ്ടോ? You little rascal! നീ ഞങ്ങൾ പറഞ്ഞ അനുസരിക്കുന്നുണ്ടല്ലോ? ഇല്ലെങ്കിൽ ഞാൻ വെടിവെക്കും. നിങ്ങൾ വെടിവെച്ചുകൊള്ളുക. നിങ്ങളുടെ വെടിയുണ്ടകൾ ഞങ്ങളുടെ നെഞ്ചിനെ പിളർക്കില്ല. നിങ്ങളുടെ രാത്രികൾ ഞങ്ങളെ വേദനിപ്പിക്കില്ല. ഇത് പാറ കൊണ്ടുള്ളത്. നിങ്ങളുടെ അഹന്തയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ എനിക്ക് മനസ്സില്ല. ഞങ്ങളുടെ ആകാശം, ഞങ്ങളുടെ ഭൂമി, ഞങ്ങളുടെ നാട്, അത് ഞങ്ങളെ വിട്ടു തരില്ല. എന്റെ ആക്ടിങ് അപ്പൊ ഏത് മെത്തേഡാണെന്ന് പറഞ്ഞത്? ഒരു തരം ക്ലാസിക്കലാണ്. ക്ലാസിക്കൽ. ഈ ശോഭന നമ്പി എന്ന ടൈപ്സ് അല്ലേ? എടാ വിനീത് ക്ലാസിക്കൽ ഡാൻസ് അല്ല പൊട്ടന്മാരെ, ക്ലാസിക്കൽ ആക്ടിങ് അല്ലേ? അത് തന്നെ. പിന്നെ ഈ 18-ാം നൂറ്റാണ്ടിലെ ഷേക്സ്പിയർ നാടകത്തിലെ ആക്ടേഴ്സ് ഇല്ലേ, അവര് പഠിച്ചൊരു രീതിയാണ്. ഡയലോഗാണ് മെയിൻ പരിപാടി. അതങ്ങോട്ട് മനപ്പാടം പഠിച്ച് നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് പറയും. അതല്ലേ? അതത്ര നല്ലതൊന്നുമല്ല. ഇങ്ങനെ ചറപറ ഫിലിം ചെയ്യാൻ നേരത്ത് അതങ്ങനെ വർക്കൗട്ട് ആവണമെന്നില്ല. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് സ്ട്രോങ് അല്ലെങ്കിൽ ഡയലോഗിൽ പഞ്ചില്ലെങ്കിൽ പണി വാളും.